ഒക്ടോബർ മാസം ബ്രസ്റ്റ് ക്യാൻസർ ബോധവൽക്കരണ മാസമായിട്ടാണ് ആചരിക്കുന്നത്. അതുകൊണ്ട് ഈ മാസം നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ, അതുപോലെ ഇത് നേരത്തെ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് മെത്തേഡ്സ് എന്നിവയെക്കുറിച്ച് പരിചയപ്പെടാം. സ്ത്രീ ഹോർമോണിന്റെ പ്രവർത്തനത്തിലുള്ള വ്യത്യാസം മൂലമാണ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവുന്നത്. ഇത് ആർത്തവ ആരംഭം നേരത്തെ വരിക, അതുപോലെ തന്നെ ആർത്തവ വിരാമം വൈകി വരിക, അതുപോലെ കുട്ടികളില്ലാത്ത സ്ത്രീകൾ, മുലയൂട്ടാത്ത സ്ത്രീകൾ, ഇനി ആദ്യത്തെ കുട്ടി 35 വയസ്സിന് ശേഷം ഉണ്ടാവുന്ന സ്ത്രീകൾ, ഇവർക്കൊക്കെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ റിസ്ക് കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അമിതവണ്ണം, അതുപോലെ വ്യായാമമില്ലായ്മ ഇവയും ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാരണങ്ങളായിട്ട് പറയാറുണ്ട്. പുകവലി, മദ്യപാനം ഇവയും ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാരണങ്ങളിൽ പെടാറുണ്ട്. ഇനി 10% സ്ത്രീകളിൽ ഇത് പാരമ്പര്യമായിട്ടും ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. ഇനി പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ കാണാറുണ്ട്. 1% താഴെയാണെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ പുരുഷന്മാരിലും വരാം. വേദനയില്ലാത്ത മുഴകളായിട്ടാണ് ബ്രസ്റ്റ് ക്യാൻസർ പ്രത്യക്ഷപ്പെടാറ്. ഇത് ചില സമയത്ത് കക്ഷത്തിലായിട്ടും മുഴകൾ കാണപ്പെടാറുണ്ട്. ഇനി ചില കേസിൽ നമുക്ക് നിപ്പിൾ ഡിസ്ചാർജ് ആയിട്ട് വരാറുണ്ട്. ചിലപ്പം ബ്ലഡ് കലർന്ന ഡിസ്ചാർജ് ആയിട്ടും കാണാറുണ്ട്. ചിലപ്പോൾ ബ്രസ്റ്റിന്റെ നിപ്പിൾ ഉള്ളിലേക്ക് വരുന്നതായിട്ടും കാണാറുണ്ട്. ഇനി നമ്മുടെ തൊലിപ്പുറത്തേക്ക് ഇത് ബാധിക്കുകയാണെങ്കിൽ ചുവന്ന നിറത്തിലോ അല്ലെങ്കിൽ ചില സമയത്ത് വ്രണങ്ങളായിട്ടോ കാണപ്പെടാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ഓറഞ്ചിന്റെ തോട് പോലെ പ്യൂഡി ഓറഞ്ച് അപ്പിയറൻസ് എന്ന് പറയും. ആ ഒരു അവസ്ഥയിലും കുറച്ച് അഡ്വാൻസ്ഡ് സ്റ്റേജിൽ ബ്രസ്റ്റ് ക്യാൻസർ കാണാറുണ്ട്. ഇനി ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നമുക്ക് തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടി ഒരു ബയോപ്സി ടെസ്റ്റ്, മാമോഗ്രാം എന്നീ ടെസ്റ്റുകൾക്ക് വിധേയമാകേണ്ടതുണ്ട്. ഇനി ബയോപ്സി ടെസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും നമ്മുടെ ചികിത്സ തീരുമാനിക്കുന്നത്. ചികിത്സയായിട്ട് സർജറി, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, അതുപോലെ ഹോർമോൺ തെറാപ്പി, ചില കേസിൽ ഇമ്മ്യൂണോതെറാപ്പി ഓപ്ഷൻസും ഉണ്ടാവാറുണ്ട്. നമുക്ക് ഏത് ടൈപ്പ് ബ്രസ്റ്റ് ക്യാൻസർ ആണ് വന്നത് അതിനനുസരിച്ചായിരിക്കും ട്രീറ്റ്മെന്റ് നിശ്ചയിക്കുന്നത്. സർജറി ആണെങ്കിൽ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി, അതുപോലെ തന്നെ ടോട്ടൽ മാസ്റ്റെക്ടമി എന്നീ 2 ടൈപ്പ് സർജറി ഉണ്ട്. ഇത് 2 സർജറി ചെയ്താലും ഒരേ റിസൾട്ടാണ് നമ്മുടെ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഇനി ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ ഹോർമോൺ പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ HER2 പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ എന്നീ പല ടൈപ്പിൽ ബ്രസ്റ്റ് ക്യാൻസർ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടൈപ്പും സ്റ്റേജും അനുസരിച്ചാണ് നമ്മൾ കീമോതെറാപ്പി ആദ്യം കൊടുക്കണോ അല്ല സർജറിക്ക് ശേഷം കൊടുക്കണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഹോർമോൺ പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിൽ ഹോർമോൺ തെറാപ്പി കൂടി നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ HER2 പോസിറ്റീവ് ആണെങ്കിൽ അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡി മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും ചികിത്സ ഒരുപോലെയല്ല. ഈ നമ്മുടെ ടൈപ്പ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ, അതിൻ്റെ സ്റ്റേജ് എന്നിവയൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റാണ് പേഷ്യൻറ്റിന് കൊടുക്കേണ്ടതെന്ന് നിശ്ചയിക്കുന്നത്. നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമായിട്ട് മാമോഗ്രാം പറയുന്നുണ്ട്. മാമോഗ്രാം എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ ഒരു എക്സ്റേ ആണ്. ഒരു ബ്രസ്റ്റ് പ്ലേറ്റിൻ്റെ ഇടയിൽ ബ്രസ്റ്റ് ടിഷ്യൂ വെച്ചിട്ട് നമ്മളൊരു എക്സ്റേ കടത്തി വിടുകയാണ്. ഇത് കിട്ടുന്ന ഇമേജാണ് മാമോഗ്രാം. ഇതുമൂലം നമുക്ക് നേരത്തെ ഉള്ള മുഴകൾ നമുക്ക് ഇതുമൂലം കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ഇത് 40 വയസ്സിന് ശേഷമുള്ള ഓരോ സ്ത്രീയും വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കലെങ്കിലും മാമോഗ്രാം ടെസ്റ്റിന് വിധേയമാകേണ്ടതുണ്ട്. ഇനി സ്വയം സ്തന പരിശോധന നമ്മൾ റെക്കമെൻഡേഷനിൽ പറയുന്നത് 21 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എല്ലാ മാസവും സ്വയം സ്തന പരിശോധന നടത്തേണ്ടതുണ്ട്. നമ്മൾ ആർത്തവം കഴിഞ്ഞ് അതിനുശേഷമുള്ള 2-3 ദിവസത്തിനുള്ളിലാണ് ഇത് ചെയ്യേണ്ടത്. സ്വയം സ്തന പരിശോധന നമ്മുടെ കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കണ്ണാടി മുന്നിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കുന്ന സമയത്ത് തന്നെ ബ്രസ്റ്റിൻ്റെ ഘടനയിലോ ആകൃതിയിലോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നോക്കണം. അതുപോലെ നിപ്പിൾ രണ്ടും ഒരേ പൊസിഷനിലാണോ നോക്കണം. ഇനി അല്ലാതെ നമ്മുടെ തൊട്ട് പരിശോധിക്കുകയാണെങ്കിൽ കൈൻ്റെ വിരലിൻ്റെ ഉൾഭാഗം കൊണ്ടാണ് പരിശോധിക്കേണ്ടത്. വൃത്താകൃതിയിൽ 2 ബ്രസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ കക്ഷത്തിൽ എന്തെങ്കിലും കടലയുണ്ടോയെന്നും നോക്കേണ്ടതുണ്ട്. ഓരോ വർഷവും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ നിരക്ക് കൂടി വരികയാണ്. അപ്പോൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റാവുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. അതുകൊണ്ട് ഈ ഒക്ടോബർ മാസം ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. താങ്ക് യു.